ഹായ് ഡിയേഴ്സ്, ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ നമ്മൾ ഫ്ലവർ ഡോമിലേക്ക് കയറി വന്നിട്ടുള്ള കുറച്ച് കാഴ്ചകളാണ് കേട്ടോ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇനിയും കുറേ കാണാനുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കാണാം. ഇത് മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ. ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്താ ഏതാണെന്നൊന്നും മനസ്സിലായിട്ടില്ല. എക്സിബിഷൻ നടക്കണുണ്ട് എന്നറിയായിരുന്നു. അപ്പോൾ അത് എന്തിൻ്റെയാന്നൊക്കെ പോയി കാണാം. നമ്മൾ അങ്ങോട്ട് പോകണ വഴിക്ക് രണ്ട് സൈഡിലും നല്ല ഭംഗിയുള്ള പൂക്കളെ കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഫ്ലവർ ഡോമിൻ്റെ ഉള്ളിൽ പലതരത്തിലുള്ള തീമുകൾ സെറ്റ് ചെയ്യത്രേ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നതാവില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് വന്നാൽ കാണണത്. ക്രിസ്മസിൻ്റെ ഒക്കെ ടൈമിൽ വന്നാൽ ക്രിസ്മസിൻ്റെ തീമിലായിരിക്കും ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാതും. എക്സിബിഷൻ സെറ്റ് ചെയ്തേക്കുന്നിടത്തേക്ക് നടക്കുമ്പോഴുള്ള കാഴ്ചകളാണിത്. കുറേ പേരറിയാത്ത നല്ല ഭംഗിയുള്ള കുറേ പൂക്കളെ കണ്ടു. പിന്നെ നമ്മൾ അതിൽ കൂടെ നടന്നിട്ട് അവിടെ എത്തണം. ഞാൻ ഈ എക്സിബിഷൻ്റെ ചെറിയൊരു പ്രിവ്യൂ പോലെ ഇതിനു മുമ്പ് ഇട്ടിരുന്നു കേട്ടോ. ഓരോ പൂക്കളെയും ആസ്വദിച്ച് നിൽക്കണവരുണ്ട് കേട്ടോ. ഞാൻ മാത്രമല്ല, ഞാനിങ്ങനെ ചെറിയ ചെറിയ പൂക്കളാണെങ്കിലും ചില ഇതിന് നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം തോന്നുമല്ലേ. സിംഗപ്പൂർ കാണാൻ എല്ലാതും മേൻമെയ്ഡാണെന്ന് അറിയാലോ അല്ലേ. അവരൊരു കാര്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിനെ പിന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അതിലാണ് കാര്യം. ഈ ഒരു തൂങ്ങിക്കിടക്കണ പൂവില്ലേ, അതിൻ്റെ പലതരം വെറൈറ്റീസ് കണ്ടു, പല കളറിലും നല്ല ഭംഗിയുണ്ട് കാണാൻ. എന്താ പേരെന്ന് അറിഞ്ഞൂടാ. മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കണ്ടപ്പോഴേ ആൾക്കാർ അതിൽ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്നറിയാനായിട്ട് ഞാൻ കയറിപ്പോയി. അപ്പോൾ അവിടെ ഒരു കാഫ്റ്റേരിയയാണ്. ഇങ്ങനെയുള്ള ഏരിയയിലൊക്കെ വരുമ്പോൾ ഉള്ളിൽ കുറച്ച് ഷോപ്പുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളതിൽ നിന്ന് പർച്ചേസ് ചെയ്യാണ്ടിരിക്കാൻ നല്ലത്, നല്ല കോസ്റ്റ്ലി ആയിരിക്കും. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് പോവാണ്. ദ ഇംപ്രഷൻ ഓഫ് മോണെ എന്നൊരു എക്സിബിഷനാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതിൻ്റെ ഒരു വീഡിയോ പ്രിവ്യൂ ആണ് ഞാൻ ഇതിന് മുമ്പ് ഇട്ടുള്ള വീഡിയോ. ഇപ്പം നമുക്ക് അത് ഡീറ്റെയിൽഡായിട്ട് എന്തൊക്കെയാണെന്ന് കാണാട്ടോ. ഗ്രേറ്റ് ആർട്ടിസ്റ്റായ ഫ്രഞ്ച് പെയിൻറ്ററായ ക്ലോഡ് മോണയുടെ ആർട്ട് വർക്ക്സാണ് നമ്മൾ ഇവിടെ നിന്ന് കൂടുതലും കാണുന്നത്. 1840 പാരീസിലാണ് ഇദ്ദേഹത്തിൻ്റെ ജനനം. ഫ്രാൻസിലെ ഗിവേണിയിലുള്ള അദ്ദേഹത്തിൻ്റെ വീടും ചുറ്റുമുള്ള ഗാർഡനൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഞങ്ങളിപ്പോൾ ഈ വഴി കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരു ചെറിയൊരു വീട് കാണില്ലേ, ഒരു മിനി ഹൗസ്. അതിൽ 2 റൂമായിട്ടാണ് കാണിച്ചേക്കണത്. അതിൽ കുറേ പെയിൻറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു റൂമുകൾ അവിടെ ഗിവേണിയിൽ ഈ ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലുണ്ടായിരിക്കും. അതുപോലെയാണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചേക്കണത് കേട്ടോ. ഈ ആർട്ടിസ്റ്റിൻ്റെ പ്രശസ്തമായ പല ആർട്ട് വർക്കിലും വീടിനോട് ചേർന്നുള്ള ഗാർഡനും വാട്ടർ ലില്ലീസും അങ്ങനെയൊക്കെയുള്ള കുറേ പെയിൻറ്റിങ്സാണ് ഇദ്ദേഹം വരച്ചിട്ടുള്ളത്. ആളുടെ പെയിൻറ്റിങ്സ് കാണുമ്പോൾ തന്നെ അറിയാം പ്രകൃതിനെ എത്രയധികം സ്നേഹിച്ചിരുന്നു എന്ന്. ജൂലൈ 12 മുതൽ സെപ്റ്റംബർ 17 വരെയാണ് ഈ ഒരു എക്സിബിഷൻ ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞാൽ വേറൊരു തീമായിരിക്കും കേട്ടോ ഇവിടെ. എന്തായാലും ഞങ്ങൾ വന്ന് കണ്ടത് നല്ലൊരു സമയത്താണ്. ആർട്ടിനോടൊക്കെ കൂടുതൽ ഇഷ്ടമുള്ളവർ ഇങ്ങനത്തെ എക്സിബിഷനൊക്കെ കാണുന്നത് നല്ലതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാൻ പറ്റും വീടിനോട് ചേർന്നുള്ള ഗാർഡനിൽ ആർട്ടിസ്റ്റ് ഇരുന്ന് പെയിൻറ് ചെയ്യണ സ്റ്റാച്യു. നമ്മൾ ഇതിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഒരു മ്യൂസിക് പ്ലേ ചെയ്യുന്നുണ്ട്, ഒരു പിയാനോ മ്യൂസിക്. അത് നല്ല ഒരു വൈബാണ്. പിന്നെ അതുപോലെ തന്നെ പൂക്കളുടെ നല്ലൊരു സ്മെല്ലും ഒക്കെ ആയിട്ട് നല്ല രസമാണ് നമുക്കിതിൽ നടക്കുമ്പോൾ.
ശരിക്കും ഈ ആർട്ടിസ്റ്റിൻ്റെ ഗിവേണിയുള്ള വീടും ഗാർഡനൊക്കെ അവിടെ ഇപ്പോഴും ഇങ്ങനെ ഉണ്ട്. വിസിറ്റേഴ്സൊക്കെ കാണാൻ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു റിക്രിയേഷനാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കയറുന്നത് ആർട്ടിസ്റ്റിൻ്റെ വീട്ടിലെ കിച്ചണിലേക്കാണ്. ബ്ലൂ കിച്ചൺ എന്നാണ് ഈ കിച്ചണ് പേരിട്ടേക്കുന്നത്. അവിടെ നമുക്ക് ജപ്പാനീസ് ആർട്ട് പ്രിൻസ് ഒക്കെ കാണാം. അതുപോലെ തന്നെ കോപ്പർ കുക്കിംഗ് പാൻസ് ഒക്കെ കാണാം. കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ഇവിടെ വാട്ടർ ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റിൻ്റെ ഗ്രേറ്റ് പെയിൻറ്റിങ്സ് ആയ ഗ്രീൻ ബ്രിഡ്ജ്, അതിൻ്റെയൊക്കെ ഒരു മാതൃക അവിടെ നമുക്ക് കാണാം. ആർട്ടിസ്റ്റിൻ്റെ വീടിൻ്റെ ഫുൾ വ്യൂ ആണ് ഇവിടെ നമുക്ക് കാണുന്നത്. നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ഫ്രണ്ടിലൊക്കെ നിറയെ പൂക്കളായിട്ട് നല്ല ഭംഗിയാണ് ഈ ഒരു വ്യൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ക്ലോഡ് മോണയുടെ ലൈഫിനെയും ആർട്ടിനെയും പറ്റിയുള്ള മൾട്ടി സെൻസറി എക്സിബിഷനാണ്. ഒരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന കുറച്ച് ആർട്ടിസ്റ്റുകളെയും അവരുടെ കുറച്ച് വർക്കുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ആർട്ടിനെ പറ്റിയിട്ടുള്ള കുറേ അധികം ഹിസ്റ്ററിയൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് അതൊക്കെ വായിച്ച് പോവാം. ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഫേമസ് ആയ പല ആർട്ടിസ്റ്റിൻ്റെയും വർക്കിനെ പറ്റിയിട്ടൊക്കെ ഇവിടെ വിവരിച്ചിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് നമ്മൾ മുകളിലേക്ക് കയറുമ്പോൾ ആ ഒരു ചെറിയ സ്റ്റെയർ കേസുമ്പോൾ രണ്ട് സൈഡിലും പൂക്കളെ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അത് ഡ്രൈ ഫ്ലവറായിട്ടാണ് തോന്നിയത്. ആ സ്റ്റെയർ കേസ് കയറി നമ്മളിവിടെ എത്തുമ്പോൾ പെയിൻറ്റിങ്സ് എല്ലാം നല്ല ഫ്രെയിം ചെയ്ത് വെച്ചേക്കണത് കാണാം. അതുപോലെ തന്നെയാണ് ഈ നേരെ കാണുന്ന ആ ഡോറ്, അത് ശരിക്കും ഒരു പെയിൻറ്റിങ് ഫ്രെയിം ചെയ്ത് വെച്ചേക്കണ പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കണത്. അതിവിടെ ആരും ഇല്ലാത്ത സമയത്താണ് നമ്മളൊരു പിക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ ഈ പോർട്രേറ്റ് ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ വേറൊരു ലോകത്തേക്ക് എത്തിയ പോലെ തോന്നും.
ഇതിൻ്റെ ഉള്ളിലെത്തുമ്പോൾ നമ്മൾ പകലിന്ന് രാത്രിയിലേക്ക് കടന്ന പോലെ ഒരു സ്വപ്നം പോലെ തോന്നും. ഇവിടെ ആർട്ടിസ്റ്റിൻ്റെ ഫേമസ് പെയിൻറ്റിംഗ് ആയ ഗ്രീൻ ബ്രിഡ്ജിൻ്റെ ഒരു മോഡൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് നിന്ന് പിക്സ് എടുക്കാൻ പറ്റും. ഇവിടെ നമുക്ക് വേറൊരു പോർട്രേറ്റ് ഫ്രെയിം കാണാൻ പറ്റും. ആ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ നൈറ്റ് അറ്റ് ലില്ലി പോണ്ട് എന്ന് പറഞ്ഞ് ഒരുക്കിയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് നമ്മൾ ചെല്ലണത്. ഈ ആർട്ടിസ്റ്റിൻ്റെ ഗ്രേറ്റ് വർക്കായ വാട്ടർ ലില്ലിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്കിരുന്ന് കുറച്ച് നേരം റിലാക്സ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ഗാലറിയിലാണ് മൾട്ടി സെൻസറി എക്സ്പീരിയൻസ് കൂടുതലായിട്ട് നമ്മൾ കാണാൻ പോണത്. അവിടെ ക്ലോഡ് മൊണയുടെ കൂടാതെ 19th സെഞ്ച്വറിയിൽ യൂറോപ്പിലുണ്ടായിരുന്ന പല ആർട്ടിസ്റ്റുകളുടെയും വർക്കുകൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് നല്ലൊരു ഡിജിറ്റൽ എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇവിടെ ഈ ഒരു ഗാലറിയുടെ ഉള്ളിൽ കണ്ട കുറച്ച് വിഷ്വൽസ് ആട്ടോ ഞാനിപ്പോൾ ഇതിലിട്ടിട്ടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് നേരിട്ട് കാണുമ്പോഴാണ് അത് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുക. അപ്പോൾ ഇതിൽ കൂടെ വീഡിയോ കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ബോറടിക്കും. അത് കാരണം ഞാനത് മുഴുവൻ ഇതിൽ കാണിക്കാണ്ടിരുന്നത് കേട്ടോ. നമ്മൾ ആ ഒരു എക്സിബിഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനൊരു ഷോപ്പിലേക്കാണ് എത്തുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നത് ഈ ആർട്ട് വർക്കിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. കുഞ്ഞു കുഞ്ഞ് നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട്. ഈ ഷോപ്പിലത്തെ ഐറ്റംസൊക്കെ കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നേരെ മുന്നിലായിട്ട് ഇവിടുത്തെ ലോക്കൽ ആർട്ടിസ്റ്റുകളുടെ ആർട്ട് വർക്കൊക്കെ സെറ്റ് ചെയ്തേക്കണ ഒരു ഏരിയ കണ്ടു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അതൊക്കെ കണ്ട് വീഡിയോ ഒക്കെ എടുത്തു. ഇനി ഞങ്ങൾ ഫ്ലവർ ഡോം കണ്ട് ഇറങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് കയറിയത് ക്ലൗഡ് ഫോറസ്റ്റിലേക്കാണ്. അത് വേറൊരു വീഡിയോ ആക്കിയിട്ട് പിന്നെ ചെയ്യാം കേട്ടോ.